ബാലരാമപുരത്ത് ബി.ജെ.പിയുടെ പഞ്ചായത്ത് ഓഫീസ് മാർച്ച്. ബാലരാമപുരം മാർക്കറ്റ് നിർമ്മാണം ആരംഭിക്കുക, ബാലരാമപുരത്ത് പൊതു ശൗചാലയം നിർമ്മിക്കുക, മാലിന്യ പ്രശ്നത്തിന് ഉടൻ പരിഹാരം കാണുക, പൊട്ടിയൊഴുകുന്ന ഓടകൾ പുനർനിർമ്മിക്കുക, പൊട്ടിപ്പൊളിഞ്ഞ റോഡുകൾ ഉടൻ നന്നാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ബി.ജെ.പി ബാലരാമപുരം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. മാർച്ച് ബി.ജെ.പി തിരുവനന്തപുരം സൗത്ത് ജില്ലാ പ്രസിഡന്റ് മുക്കമ്പാലമൂട് ബിജു ഉദ്ഘാടനം ചെയ്തു. ബാലരാമപുരത്ത് ഒരു പൊതു മാർക്കറ്റ് കഴിഞ്ഞ കാലങ്ങളിൽ പ്രവർത്തിച്ചിരുന്നു. ആ മാർക്കറ്റ് കെട്ടിടം ഇടിച്ചു മാറ്റി 8 കോടി രൂപ മുടക്കി ബഹുതുല കെട്ടിടം പണിതുകൊണ്ട് ഈ നാട്ടിലെ ജനങ്ങൾക്ക് സൗകര്യപ്രദമായി ഒരു മാർക്കറ്റ് ബാലരാമപുരത്ത് പണിയുമെന്നാണ് കഴിഞ്ഞ ഇടതുപക്ഷം ഭരിച്ചിരുന്ന ഈ പഞ്ചായത്ത് ഭരണസമിതി പറഞ്ഞത്. പക്ഷേ അന്ന് കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ശ്രീമാൻ ശിവൻകുട്ടിയെ കൊണ്ടുവന്ന് ആ മാർക്കറ്റ് കെട്ടിടത്തിന് വേണ്ടി തറക്കല്ലിട്ടു. ആ തറക്കല്ലിട്ടിട്ട് തന്നെ 1 വർഷം കഴിയുകയാണ്. പക്ഷേ തറക്കല്ലിട്ടതല്ലാതെ ഒരു ബേസ്മെൻറ്റ് പോലും നിർമ്മിക്കാൻ ഇതേവരെ സാധിച്ചിട്ടില്ല. പക്ഷേ അറിയാൻ സാധിച്ചത് ഇവരുടെ കയ്യിൽ ഫണ്ടില്ല. ഇവർ പറഞ്ഞത് ഒരു സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട് 8 കോടി രൂപ ഞങ്ങൾ വായ്പ എടുക്കും, ഈ മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് ആ വായ്പ തിരിച്ചടയ്ക്കാൻ സാധിക്കും. പക്ഷേ സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട് വായ്പയ്ക്ക് പോയപ്പോഴാണ് ഈ മാർക്കറ്റിൻ്റെ ആധാരങ്ങളൊന്നും കാണാനില്ല. അപ്പോൾ ആധാരമില്ലാത്ത ഒരു വസ്തുവിന് ബാങ്ക് വായ്പ കൊടുക്കാൻ ബാങ്ക് തയ്യാറല്ല. പക്ഷേ ഇപ്പോൾ അതിനുവേണ്ടി യാതൊരു പരിശ്രമവും പഞ്ചായത്ത് നടത്തുന്നില്ല, MLA നടത്തുന്നില്ല, സർക്കാർ നടത്തുന്നില്ല. ജനങ്ങളാകെ ബുദ്ധിമുട്ടുകയായി. ഇപ്പോൾ അറിയാൻ സാധിച്ചത് മാർക്കറ്റിന് ഓപ്പോസിറ്റായി ഒരു സ്വകാര്യ വ്യക്തി അദ്ദേഹത്തിൻ്റെ സ്വകാര്യ സ്ഥലത്ത് ഈ മാർക്കറ്റ് പ്രവർത്തിക്കാനുള്ള അനുമതി കൊടുക്കുകയാണ്. ഈ നമ്മുടെ പൊതു മാർക്കറ്റ് ഉണ്ടായിരുന്നപ്പോൾ ഒരു കച്ചവടക്കാരൻ ആ മാർക്കറ്റിൽ എന്തെങ്കിലും സാധനം കൊണ്ട് വിൽക്കാൻ വന്നാൽ അവൻ 50 രൂപയാണ് ആ മാർക്കറ്റിന് വാടകയായി കൊടുക്കുന്നതെങ്കിൽ ഇപ്പോൾ സ്വകാര്യ വ്യക്തി ദിവസം ഓരോ ആളിൽ നിന്നും 250-ൽ കുറയാത്ത രൂപ വാങ്ങുകയാണ്. ഈ 250 രൂപ വച്ച് ദിവസം തോറും ഏകദേശം 10,000-കണക്കിന് രൂപയാണ് ഈ സ്വകാര്യ വ്യക്തി ഈ മാർക്കറ്റിനെ വച്ചിട്ട് ദിവസവും കാശുണ്ടാക്കുന്നത്. പക്ഷേ ഇതിനെ ചോദ്യം ചെയ്യാൻ ഇദ്ദേഹത്തെ സഹായിക്കാനാണെന്ന് തോന്നുന്നു. ഞങ്ങൾക്കുള്ള സംശയം, ബാലരാമപുരത്തെ ജനങ്ങൾക്കുള്ള സംശയം, ഈ സ്വകാര്യ വ്യക്തിയെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടുത്തെ പഞ്ചായത്ത് ഭരണസമിതിയും MLAയും എല്ലാം പരിശ്രമിക്കുന്നത്. അല്ല എങ്കിൽ ഇവരുടെ കയ്യിൽ കാശില്ല എങ്കിൽ അവിടെ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന മാർക്കറ്റിനെ എന്തിനാണ് ഇടിച്ചു മറിച്ചത്? അപ്പോൾ സ്വകാര്യ വ്യക്തിയെ സഹായിക്കാൻ ബോധപൂർവം ഉണ്ടാക്കിയിട്ടുള്ള കരാറിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ മാർക്കറ്റ് നീക്കം ചെയ്തത്. പക്ഷേ പുതിയ മാർക്കറ്റ് അവർക്ക് നിർമ്മിക്കാനും സാധിച്ചില്ല. ഈ നാട്ടിലെ ജനങ്ങളുടെ വലിയൊരു അവരുടെ ഒരു അഭയകേന്ദ്രമായിരുന്നു ഈ മാർക്കറ്റ്. കാരണം അവരുടെ നിത്യോപയോഗ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി ആയിരക്കണക്കിന് ആൾക്കാർ ആണ് ആ മാർക്കറ്റിൽ എത്തിച്ചേരുന്നത്. ഒരു 10 കിലോമീറ്റർ ചുറ്റളവിലുള്ള ആയിരക്കണക്കിന് ആൾക്കാർ വരുന്ന ഒരു പൊതു മാർക്കറ്റായിരുന്നു ബാലരാമപുരം ചന്ത. പക്ഷേ അത് ഇപ്പോൾ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടാണ്. അടിയന്തരമായി MLAയോ അല്ലെങ്കിൽ സർക്കാരിനെ കൊണ്ടോ അല്ലെങ്കിൽ ഏത് രീതിയിലെങ്കിലും ഈ ഫണ്ട് അനുവദിച്ചുകൊണ്ട് ഈ മാർക്കറ്റ് അടിയന്തരമായി നിർമ്മിക്കണമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടാനുള്ളത്. ഭാരതീയ ജനതാ പാർട്ടി വരും ദിവസങ്ങൾ ശക്തമായ പ്രക്ഷോഭത്തിന് ഈ മാർക്കറ്റ് അടിയന്തരമായി നിർമ്മിച്ചില്ല എങ്കിൽ ഭാരതീയ ജനതാ പാർട്ടി ശക്തമായ പ്രക്ഷോഭത്തിന് നേതൃത്വം. മാർക്കറ്റ് പണിയുമെന്ന് പറഞ്ഞ് ബാലരാമപുരം നിലവിലുണ്ടായിരുന്ന മാർക്കറ്റ് ഇടിച്ചു പൊളിച്ചിട്ട് ഏകദേശം 1.5 വർഷം കഴിഞ്ഞിരിക്കുകയാണ്. ഒരു പട്ടണത്തിൻ്റെ പ്രൗഢിയും ഒരു ഗ്രാമത്തിൻ്റെ വിശുദ്ധിയും ഉണ്ടായിരുന്ന ബാലരാമപുരത്തിൻ്റെ വ്യവസായ കേന്ദ്രമെന്ന് പറഞ്ഞിരുന്നത് മാർക്കറ്റാണ്. ആ മാർക്കറ്റ് ഇടിച്ചു പൊളിച്ച് നശിപ്പിച്ചതോടുകൂടി ബാലരാമപുരത്തിൻ്റെ വികസനം തന്നെ, ഇവിടുത്തെ വ്യാപാരം തന്നെ നിലംപരിശായിരിക്കുകയാണ്. പല കച്ചവട സ്ഥാപനങ്ങൾക്കൊന്നും കച്ചവടമില്ല. ബാലരാമപുരത്ത് മീനും അതുപോലെ തന്നെ മലക്കറിയും മറ്റ് സാധനങ്ങളും വാങ്ങാൻ വരുന്നവരാണ് ബാലരാമപുരത്തിൻ്റെ മറ്റ് കച്ചവട സ്ഥാപനങ്ങളും മറ്റ് കാര്യങ്ങളും കൂടെ വാങ്ങിച്ചു കൊണ്ടുപോകുന്നത്. പക്ഷേ ആ മാർക്കറ്റ് ഇടിച്ചു പൊളിച്ച് കളഞ്ഞതോടുകൂടി ബാലരാമപുരത്തിൻ്റെ കച്ചവടം തന്നെ നിഷ്പ്രഭമായിരിക്കുകയാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് മാർക്കറ്റ് പണിയുക എന്നതാണ് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുന്നത്. മാർക്കറ്റ് പണിയുന്നതിന് വേണ്ടി ഒരു നയ പൈസ ബാലരാമപുരം പഞ്ചായത്ത് ഭരണസമിതി ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അവർ പറയുന്നത് ഒരു തിരുവനന്തപുരത്തുള്ള ഒരു റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക്, ആ ബാങ്ക് വായ്പ കൊടുക്കാമെന്ന് പറഞ്ഞാണ് ഇവരെ തെറ്റിദ്ധരിപ്പിച്ച് അന്നത്തെ ഇപ്പോഴും അവർ പറയുന്ന സെക്രട്ടറിയുടെ തലയിൽ കൊണ്ടുവയ്ക്കുകയാണ്. നേരത്തെ ഉണ്ടായിരുന്ന ഒരു സെക്രട്ടറിയുടെ തലയിൽ കൊണ്ടുവന്ന് ഈ ഭാരത്തിനെ കൊണ്ടുവയ്ക്കാനാണ് ഇപ്പോഴത്തെ ഭരണസമിതി ശ്രമിക്കുന്നത്. പക്ഷേ അത് നടക്കാൻ പോകുന്നില്ല. ഇതിനെതിരെ ഭാരതീയ ജനതാ പാർട്ടി ശക്തമായിട്ടുള്ള സമരവുമായി മുന്നോട്ട് വരും. GTV ന്യൂസ്
ബാലരാമപുരം.